Morning. Good morning, ma'am. Good morning. Morning. Good morning. Good morning. മാം മാം കഴിഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലല്ലോ. ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഏതൊക്കെ കിട്ടാത്തത്? യൂണിറ്റ് 6 pictures of the classroom. Programs and 6 ഉം 7 6 ഉം 7 ഉം ma'am. ഉണ്ടോ കേട്ടോ. യൂണിറ്റ് 5 എടുത്തിരുന്നോ നിങ്ങൾക്ക്? അശ്വതി മാം എടുത്തായിരുന്നു മാം. എടുത്തോ യൂണിറ്റ് 5? ഉറപ്പാണോ? അതെ മാം. അശ്വതി മാം എടുത്ത് കംപ്ലീറ്റ് ആയി. അശ്വതി പ്രയർ ഇനി 8ഉം 9ഉം എടുക്കാനുള്ളൂ മാം. ലാസ്റ്റ് 10th ചാപ്റ്റർ എടുത്തോ? അതെ അശ്വതി മാം എടുത്തോണ്ടിരിക്കുന്നു. 8th തുടങ്ങിയായിരുന്നല്ലോ നമ്മള് അല്ലേ? തുടങ്ങി. ആ മാം സ്റ്റാർട്ട് ചെയ്തു. പ്രയർ ആരാണ്? ഞാൻ ചെയ്യാം പ്രയർ. Bind us together, God, bind us together. Bind us together with love. There is only one God. There is only one King. There is only one body. That is why we sing. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together. Bind us together with love. Good morning, all. Thank you. Okay. Thought good morning, ma'am, and good morning, my dear friends. Today's thought is learning is not about being the best, it's about being better than you were yesterday. Thank you, ma'am. Ma'am, sign. Ma'am, Good morning, signing. ma'am. Good morning, ma'am. Good morning, my dear friends. International events. International Day to Protect Education from Attack. A day designated by the United Nations to raise awareness about the vulnerability of students, teachers, and schools during the time of conflict. World Post Day, celebrated
Globally, this day marks the anniversary of the establishment of the Universal Postal Union in 1874. ആഗോളതലത്തിൽ സെപ്റ്റംബർ 9-ന് താഴെ പറയുന്ന ആചരണങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം, സംഘർഷ സമയത്ത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂളുകൾ എന്നിവരുടെ ദുർബലതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച ഒരു ദിവസമാണിന്ന്. ലോക തപാൽ ദിനം. 1874-ൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ വാർഷികമാണ് ആഗോളതലത്തിൽ ആഘോഷിക്കുന്ന ഈ ദിനം. സൈൻ ഇൻ ബൈ റോഷ്നി. താങ്ക് യു മാം. വെരി ഗുഡ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. മാമിന് എന്താ ഒരു സങ്കടം? ഇല്ലടോ, തൊണ്ടയ്ക്കല്ല സുഖമില്ല. ഓണത്തിന്റെ ക്ഷീണാണോ മാം? ഓണത്തിന്റെ ക്ഷീണമൊക്കെ അന്ന് കഴിഞ്ഞു. സ്മാർട്ട് സ്ട്രീറ്റ് ഓണാഘോഷം കണ്ടിരുന്നോ? കണ്ടായിരുന്നു മാം. ഓക്കെ, വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി തുടങ്ങിയോ? യാ മാം. Yes, ma'am. നിങ്ങൾക്ക് പാർട്ട് 3-ല് ഏതൊക്കെ പോർഷൻസ് ആണ് തീരാനുള്ളത്? ടെൻഡൻസീസ് ഓഫ് മാൻ ആരെങ്കിലും എടുത്തോ? എല്ലാം പോണം. പാർട്ട് 3 കുറെ ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട് മാം. ആകെ ഫസ്റ്റ് ചാപ്റ്ററും 3rd ചാപ്റ്ററും 5th മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതില് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ Ninth chapter. പറഞ്ഞിരുന്നോ? നോ മാം. ഇസ്ലാമിക്സ് എടുക്കുന്നത് ഏതൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? അത് സെൽഫ് കൺസ്ട്രക്ഷനും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും മോണ്ടിസോറി ടേംസും അത്രയും ജിഷാനിസ് എടുക്കുമെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്. ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് അത് പഠിക്കാനായിട്ട്. അതായത് മനുഷ്യന് കുട്ടികളിലെ 14 പ്രവണതകളെ കുറിച്ചിട്ടാണ്. പക്ഷെ അതില് എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത് ഓരോ ടെൻഡൻസിനെയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ, ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. വായിച്ചു നോക്കി, ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ആ ഓരോ ടെൻഡൻസീസും ഒരു സ്പൂൺ ഫീഡിൽ പോലെ തരാന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതിന് നല്ലത് നിങ്ങൾ അതെന്താണ് ടെൻഡൻസി, ഓരോ ടെൻഡൻസി എന്താണ് ഉദ്ദേശിക്കുന്നത് മാത്രം പഠിക്കുന്നതായിരിക്കില്ല നല്ലത്. അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പഠിക്കാനായിട്ട്. ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് ചില വരികളിൽ തോന്നും, പക്ഷെ കുറച്ചൊന്നും പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കും എന്നുള്ളത് അറിയില്ല. വെറുതെ നമ്മൾ അതിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ അങ്ങനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ടെൻഡൻസിയും ഞാൻ എന്താണ് വളരെ പോയിന്റ് ഔട്ട് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ക്ലാസ് എടുക്കാന്നാ വിചാരിക്കുന്നത്. ടെക്സ്റ്റ് ആദ്യം നിങ്ങൾ വായിച്ചു നോക്കും കേട്ടോ. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ. അടുത്ത ക്ലാസ്സിലൊന്നും പറയണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണോ മാം? അത് ഇമ്പോർട്ടന്റ് ആണോ ചാപ്റ്റർ? ടെൻഡൻസീസ് ഓഫ് മാൻ. അതന്നെ, അത് ഇമ്പോർട്ടന്റ് ആണോ ചാപ്റ്റർ എന്ന് ചോദിച്ചാ. എല്ലാ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. 14 ടെൻഡൻസീസും ഇമ്പോർട്ടന്റ് ആണ്. 14 ടെൻഡൻസി എന്താണെന്ന് അറിഞ്ഞാൽ പോലെ നമുക്ക് അത് മതി മാം. അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. വെറുതെ കുറെ ക്ലാസ്സുകൾ ഓർമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ക്ലാസ്സിൽ നമുക്കത് എന്താണ് എങ്ങനെയാണെന്നൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പോവാം. പക്ഷെ നിങ്ങൾ നോക്ക്, ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിലൊന്ന് പറ. നമുക്ക് എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാക്കും. ടേം 2 എക്സാം എപ്പോഴാ മാം? ടേം 2 എക്സാം എപ്പോഴാ? ടേം 2 എക്സാം ഇപ്പോ സെപ്റ്റംബർ നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. എന്തായാലും അക്ടോബറിലോ? നെക്സ്റ്റ് ഇപ്പൊ സെപ്റ്റംബർ ആ മിസ്സേ? സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ലാസ്റ്റ് മിക്കവാറും ഉണ്ടാവും. നിങ്ങളുടെ പോർഷൻസ് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. വൈവ അതിന്റെ ഈ മന്തിൽ തന്നെ ഉണ്ടാവൂലേ മാം? വൈവക്ക് നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടായി. 8-ന്റെ തീർന്നിട്ടില്ല. 8 തീരാതെ നിങ്ങൾക്ക് തുടങ്ങില്ല കേട്ടോ. എനിക്ക് 8-ന്റെ കഴിഞ്ഞിട്ടില്ല. 6ഉം 7ഉം ആണ് ഇപ്പൊ കഴിഞ്ഞ് നിൽക്കുന്നത്.
67 കോൺവൊക്കേഷൻ ആണ് 27th. നിങ്ങൾക്ക് സമയമുണ്ട്, ഒക്ടോബറൊക്കെ ആവും നിങ്ങൾക്ക് എന്തായാലും കേട്ടോ. Okay, ma'am. Yes, unit 8, good manners. Manners with the friend നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ആ മാം, അത് ഡിസ്കസ് ചെയ്തു. ബാത്റൂം മാനേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല മാം, അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബാത്റൂം മാനേഴ്സ് ഒരാളൊന്ന് വായിക്കോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ. Okay, ഞാൻ വായിക്കാം. While taking a bath, how to behave is a must every day. Using others' soap towels, dip peas are bad. Cacography on the walls, drawing pictures on the bathroom door, and putting wasters are too bad. So correct the students and give the right instructions while they go to the bathroom and toilets. Give strict commands when you send the students for the intervals. Go one by one, go silently, do not scribble, do not pull or push others, pour enough water, wash hands and feet, do not drink the water in the bathroom, put the dippers at the right place, use the toilet properly, put the sip correctly and carefully, etc. The above instructions definitely guide students in the right way. In this way, they can get good bathroom behavior. കുട്ടികളെ ബാത്റൂമില് അനുസരിക്കേണ്ട പ്രധാനപ്പെട്ട മാനേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. While taking a bath, how to behave is a must every day. Using other soap towels, dip peas are bad. Tachography on the walls, drawing pictures on the bathroom door and putting waste after that. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ ഏറ്റവും മുതിർന്നവരെക്കാളും ഏറ്റവും കൂടുതൽ മുതിർന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ബാത്റൂം എങ്ങനെയാക്കി കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് വളരെ ക്ലീൻ ആക്കി കൊടുക്കേണ്ടത്. നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ട് ആരെയും കുട്ടികൾ അത് ശീലിക്കുന്നത്. ഓക്കെ, ഇനി അതേഴ്സ്, നമ്മൾ മുതിർന്നവരുടെ സോപ്പാണ് നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോപ്പും ടവൽസും തന്നെയാണ് കൊടുക്കുന്നത്. അല്ല അല്ലെ, കുട്ടികൾക്ക് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ടവൽസ് കൊടുക്കുന്നത്. ഓക്കെ, തന്നെ സോപ്പും കൊടുക്കും. ടിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടിപ്പ് പിയേഴ്സ് ആർ ബാഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? അതത്രേ ഉള്ളൂ. ചില കുട്ടികളെ നമ്മൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെറിയാറുണ്ട്, കപ്പ് എടുത്തിട്ട്. അല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കുന്ന ഒരു ബിഹേവിയർ കണ്ടിട്ടില്ല നിങ്ങള്? സോപ്പ് നന്നായിട്ടൊക്കെ പതപ്പിച്ച് അല്ലെങ്കിൽ വെള്ളമൊക്കെ തോന്നിയ പോലെ ബാത്റൂമിന്റെ മുകളിലേക്ക്, താഴത്തേക്ക്, സൈഡിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുളിപ്പിക്കുന്ന ആരാണോ കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് വീഴുന്ന രീതിയിലൊക്കെ എന്താണ് കുട്ടികളെ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ബാഡ് ബിഹേവിയർ കാണിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. അതാണ് അവിടെ ടിപ്പിയേഴ്സ് ആർ ബാഡ് എന്ന് പറയുന്നത്. കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്ന അതൊരു ഗുഡ് മാനേഴ്സ് അല്ല. ഒരിക്കലും കുട്ടികളോട് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പറയരുത്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാത്റൂം അത് വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? മാത്രമല്ല, അങ്ങനെ കാണിക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെ ചിലപ്പോൾ സ്ലിപ്പായി വീഴാനും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതയും കാണും. ഓക്കെ, ദെൻ കാക്കോഗ്രഫി ഓൺ ദ വാൾസ്. കേട്ടിട്ടുണ്ടോ കാക്കോഗ്രഫി എന്താണെന്ന്? കാക്കോഗ്രഫി അൺഗ്രാമാറ്റിക്കൽ റൈറ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഡിഫിക്കൽറ്റി ടു റീഡ്, അതായത് നമുക്ക് വായിക്കാൻ പറ്റില്ല. കുട്ടികളെ കുത്തിക്കുറിച്ചിട്ട് ഇടുന്ന കണ്ടിട്ടില്ല ബാത്റൂമിലൊക്കെ? എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കൾ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് എന്താണ് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ബാത്റൂമിന്റെ വാളിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ എന്ത് ചെയ്യും? കുത്തിക്കുറിച്ചിടുന്നതിന്, അതായത് അൺഗ്രാമാറ്റിക്കൽ ആണ്. അത് കൃത്യമായിട്ടൊരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എഴുതുന്നത്. എന്തെങ്കിലും വാക്കുകളോ വേർഡ്സോ അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ കുറിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാക്കോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിടാട്ടോ. കാക്കോഗ്രഫി എന്ന് പറയുന്നത് അൺഗ്രാമാറ്റിക്കൽ റൈറ്റിംഗ് ആണ്. അൺഗ്രാമാറ്റിക്കൽ റൈറ്റിംഗ്. ഇത് പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ നമ്മൾക്ക്? ഇല്ല. ഡിഫിക്കൽറ്റി ടു റീഡ് ആണ് കേട്ടോ. ഡിഫിക്കൽറ്റി ടു റീഡ് ആണ്. ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ്. കുട്ടികളെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ കാണുന്ന സിറ്റുവേഷൻസിൽ അതിൽ നിന്ന് ശകാരിച്ചുകൊണ്ട് തന്നെ അത് നിർത്തേണ്ടതാണ് ആ ഒരു സ്വഭാവം. Then drawing pictures on the bathroom door. ഇത് തന്നെയാ. എന്താണ്?
വാൾസിൽ മാത്രമല്ല ബാത്റൂമിന് ഡോർസിൽ അല്ലെ, ഡോർസിൽ അവർക്ക് വരക്കാൻ എളുപ്പമാണ് കുറച്ചും കൂടി, ടൈലിനേക്കാൾ കുറച്ചുകൂടി ഇതായിട്ട് എന്താണ് ഡോറിൽ കുറിച്ച് വരക്കാറുണ്ട്. Then and putting wastes are too bad. ബാത്റൂമിനകത്ത് കുട്ടികൾ വേസ്റ്റസ് ഇടാറുണ്ടോ? ഇടാറുണ്ടോ? No, ma'am. ഇല്ല. ഇതിലുണ്ട് മാം. ചോക്ലേറ്റ് ഒക്കെ തിന്നുമ്പോ അതിന്റെ കടലാസൊക്കെ അവിടെ ഇട്ടിട്ട് അങ്ങനെ പോകും. സോപ്പിന്റെ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പൂന്റെ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ എന്താണ് അവരത് പൊട്ടിച്ച് അവരവിടെ താഴ്ത്തുന്നുണ്ട് അല്ല, അവർക്കറിയില്ല എന്താണ്. ഒന്നല്ലെങ്കിൽ ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ്, ഒന്നില്ലെങ്കിൽ എന്താണ് അത് ബാത്റൂമിൽ യൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു ഡസ്റ്റ്ബിൻ നമുക്ക് വെക്കണം അല്ലെ. ഇതേപോലെ അകത്ത് കയറുന്ന സമയത്താണ് നമ്മൾ സോപ്പൊക്കെ പൊട്ടിക്കുന്നെങ്കിൽ എന്താണ് അത് അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനായിട്ടുള്ളത് ബാത്റൂമിൽ വെക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുട്ടികൾ തന്നെ ചിലപ്പോൾ അതിട്ട് അവർ തന്നെ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി സോപ്പിന്റെ കവർ മാത്രമല്ല, ചില കുട്ടികൾ എന്താണ് മറ്റ് സാധനങ്ങൾ, ഇപ്പൊ ക്ലോത്ത്സ് തന്നെ ചിലപ്പോൾ തോന്നി മോശമായ എന്തെങ്കിലും തുണികൾ ഉണ്ടെങ്കിൽ അവരെ കൈ എഴുതുന്ന സമയത്ത് തുടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതൊക്കെ താഴേക്ക് ഇട്ടിട്ട് പോകാറുണ്ട് അല്ലെ. അതങ്ങനെ കിടന്ന് വെള്ളമൊക്കെ വീണെന്താണ് അത് വേസ്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് അല്ലെ, ടിഷ്യൂ പേപ്പേഴ്സ് എന്തെങ്കിലും കാരണത്താൽ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ബാത്റൂമിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട് കുട്ടികൾ. ഓക്കെ, so correct students give the right instruction while they go to the bathroom and toilets. Give strict commands when you send the student for the intervals. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ ഇന്റർവെൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബാത്റൂമിനകത്ത് പ്രധാനമായിട്ടും പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ കമാൻഡ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുട്ടികളുള്ളത് നിർബന്ധപൂർവ്വമായിട്ട് കുട്ടികളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. Go one by, go silently, do not scribble, do not pull or push others. ഇനി കുട്ടികള് ഇന്റർവെൽ ടൈംസില് ബാത്റൂമിനകത്തേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കണം? എല്ലാവരും കൂടെ ഒരുമിച്ച് തിക്കും തിരക്കുമായിട്ടാണ് പോയേണ്ടത്? ഇല്ല മാം, ഒരാളായിട്ട് അല്ലെങ്കിൽ ക്യൂ പോലെ പോവാ അല്ലെ, ക്യൂ ആയിട്ട് നിന്നിട്ട് വേണം പോകാനായിട്ട്. പോകുമ്പോൾ എങ്ങനെയായിരിക്കും വളരെ കഴിച്ചാൻ കാരണമായിട്ട് വേണം. ബാത്റൂമിലാണെങ്കിലും സ്കൂളിന് ക്ലാസ് മുറിക്ക് പുറത്താണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് വളരെ സൈലന്റ് ആയിട്ട് തന്നെയായിരിക്കും കുട്ടികളെ കൊണ്ട് കൊണ്ടുപോയത്. Then do not scribble. Scribble എന്ന് പറഞ്ഞാൽ എന്താ? Do not scribble. ടിക്ക് കൂടുക അങ്ങോട്ടും ഇങ്ങോട്ടും. സ്റ്റിക്ക് കൂടാന്നാണോ സ്ക്രിബിൾ ചെയ്യാന്ന് പറയുന്നത്? മാം എന്താ പറയുന്നത്? നമ്മള് ഷഫിൾ ആക്കുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തോ പറഞ്ഞു വഴക്കുണ്ടാക്കുന്നതാണോ? അല്ലല്ല, വഴക്കുണ്ടാക്കാന്ന് പറയുന്നത് ഉന്തും തള്ളവും ചെയ്യണം. അതാ സെയിം പറയാൻ അതന്നെ ഒന്നും അതൊക്കെ തന്നെ അല്ലെ, തിരക്ക് മുഴുന്നുള്ള ഏകദേശം. ഓക്കെ, ദെൻ അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ മേത്ത് ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള മുന്നിൽ എത്ര പേരുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ തന്നെ പറഞ്ഞു വിടാനുള്ള സാധ്യതയാണ് അല്ലെ. Then do not pull or push others. Do not scribble, do not pull or push others എന്ന് പറഞ്ഞാൽ എന്താ? ചില കുട്ടികൾ കാണിക്കുന്നത് തെറ്റില്ലേ, കൈ പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. ക്യൂവിലാണെങ്കിലും ഫ്രണ്ടിന്റെ കൈ പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ചിലപ്പോ ബാക്കിൽ നിന്ന് ഏതെങ്കിലും കുട്ടികളൊന്ന് പുഷ് ചെയ്തോ വലിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അപ്പൊ എല്ലാവരും തന്നെ വീഴാനുള്ള ഒരു സാധ്യത. അങ്ങനെ കുട്ടികൾ പോവാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പോയവർക്ക് അറിയാൻ പറ്റും. ഫ്രണ്ടിന്റെ കൂടെ കൈ വിടാതെ വന്നിട്ടുണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടോ അല്ലെ, കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ഗ്യാങ് വരുന്ന സമയത്ത് ഇവര് പോകുന്നത് ഒരുമിച്ച് വരുന്നത് ഒരുമിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു ക്യൂവിന്റെ ഇടയിൽ ഗ്യാങ്സം വന്നു കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടും തള്ളും വലിയ തേക്കുമ്പോ കുട്ടികൾ വീഴാനുള്ള സാധ്യതകളാണ് അവിടെ കൂടുന്നതൊക്കെ. യെസ്, ദെൻ pour enough water. എന്താണ് pour enough water എന്ന് പറയുന്നത്? ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കുക ബാത്റൂമിൽ. എന്തോ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അനാവശ്യമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കരുത് അല്ലെ. തീർച്ചയായും എന്താ പറഞ്ഞ സ്ക്രിബിൾ എന്ന് പറയുന്നത് കുത്തി കുറിക്കുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. തിക്കും തിരക്കല്ല, കുത്തി കുറിക്കുക. അതായത് ചിലപ്പോ കുട്ടികളുടെ മേത്ത് കണ്ടിട്ടില്ലേ നമ്മള് പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് കുട്ടികളുടെ ബാക്കിൽ തന്നെ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഈ പോയിന്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് വരയ്ക്കുന്ന കണ്ടിട്ടില്ല നിങ്ങള്?
കയ്യിലിപ്പോ പെൻസിലോ ഉണ്ടമ്മ. സ്ക്രിബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഡു നോട്ട് സ്ക്രിബിൾ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, കുത്തി കുറിക്കുക അല്ലെങ്കിൽ കുത്തി വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ ജർഷ? ജർഷയാണ് അത് കമന്റ് ചെയ്തത് കേട്ടോ. സൈലന്റ് ആണെങ്കിലും പുലിയാണല്ലോ. ഏ ജോഷ സൈലന്റ് ആണെങ്കിലും പുലിയാണെന്ന് പറയാ, എല്ലാം കണ്ടുപിടിക്കും. ഓക്കെ. pour enough water, wash hands and feet. അല്ലെ, കാലുകൾ എന്താണ് നന്നായിട്ട് എന്ത് ചെയ്യണം? വാഷ് ചെയ്തിരിക്കണം. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം. ബാത്റൂമിലെ വാട്ടർ കുട്ടികൾ കുടിക്കാൻ പാടുണ്ടോ? ഓക്കെ, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ചില കുട്ടികൾ അങ്ങോട്ട് കുടിക്കാറുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ആണ് അത് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്, അവർക്ക് അറിയില്ല. ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ബാത്റൂം മീൻസ് നമ്മൾ വാഷ് ബേസിനുള്ള പൈപ്പിൽ നിന്നും കുട്ടികൾ ചില സമയത്തൊക്കെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്കറിയില്ല. അവർ വീട്ടിൽ കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിലുള്ള ടാപ്പിലുള്ള ചെയ്യുന്നത് പോലെ തന്നെ ചില സമയത്ത് ആദ്യത്തെ ടൈമിൽ മാത്രം, പിന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എന്താ പറഞ്ഞ? യെസ്, put the tippers at right place. Put the tippers at right place. എന്താണ് ടിപ്പേഴ്സ്? മാം അത് ലൈക്ക് സോപ്പ് ഓർ ലോഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ബാത്റൂം പ്രോഡക്ട്സ് ആണോ? അതുപോലത്തെയാണ്. അല്ലെങ്കിൽ ടിപ്പേഴ്സ് എന്ന് പറയുന്നത് ടിപ്പർ അതാണ് സേ ടിഷ്യൂ പേപ്പർ ആണോ ഉദ്ദേശിച്ചത്? പേപ്പർ ബാത്റൂം ടോയ്ലറ്റ് പേപ്പർ ആണോ മാം? ടിപ്പേഴ്സ് എന്ന് പറയുന്നത് ആണോ? ടിഷ്യൂ പേപ്പർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ടോയ്ലറ്റ് പേപ്പർ ഇല്ലേ മാം, റോൾ ചെയ്ത് വെക്കുന്നത് ആണോ? അറിയില്ല, അതാണോ ചോദിച്ചത്. ടിപ്പിയാന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പിയാ അത് ചായയില് അതുപോലെ. ഓക്കെ. അപ്പൊ ഡിപ്പേഴ്സ് അറ്റ് റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ബിന്നൊക്കെ കറക്റ്റ് പ്ലേസിൽ സ്റ്റാൻഡ് ചെയ്യാനാണോ മാം? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? വേസ്റ്റ് ബിൻ ആണോ അവിടെ ഉദ്ദേശിക്കുന്നത്? മാം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ബ്രഷ് എന്ന് അവിടെ സൂചിപ്പിക്കില്ലേ? ഇതായിരിക്കും ഡിപ്പേഴ്സ്. Put the dippers at right place. റൈറ്റ് പ്ലേസിൽ വെക്കാനാണ് പറയുന്നത്. എന്തായിരിക്കും അപ്പൊ അത് ഡിപ്പേഴ്സ് എന്ന് പറയുന്നത്? കുട്ടികളുടെ ഡയപ്പർ ആണോ? കുട്ടികളുടെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പറഞ്ഞോ. കുട്ടികളുടെ ഡയപ്പർ ഒക്കെ ആണോ ഇനി? ശരിക്കും ഒന്ന് വായിച്ചത്, അതൊന്ന് വായിച്ചേ. ഇതാണോ? നെയിൽസ് ആണ് സെന്റൻസ്. ആ കറക്റ്റ് വേർഡ് എന്താണെന്ന് വായിച്ചു നോക്കുക. യെസ്. ഈ ചെറുഷ എന്താണോ മിണ്ടാത്തത്? മിണ്ടാണ്ട് കമന്റ് ചെയ്യണ എന്താണോ? എന്തോ ഒന്നുമില്ല. താൻ പറയുമ്പോ താൻ കമന്റ് ചെയ്യണെന്നല്ലാതെ താൻ പറയുന്നല്ലേ നല്ലത്. തീർച്ചയായും ഒന്ന് പറഞ്ഞു കൊടുത്ത് തീർക്കുക ഡിപ്പേഴ്സ് എന്താണെന്ന്. ഓക്കെ മാം. ഡിപ്പർ ഈസ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു മതിയോ? മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. മാം ഇംഗ്ലീഷിലേ അറിയത്തുള്ളൂ. ഇംഗ്ലീഷിൽ ഇവിടെ കേൾക്കുന്നില്ലടോ, എന്താ പറയുന്നേ? മഹാരാഷ്ട്രയിൽ അങ്ങോട്ട് പഠിച്ചിരിക്കണം. മഹാരാഷ്ട്രയിലെ പഠിച്ചിരിക്കണേന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് കൂടുതൽ അറിയാന്ന് തോന്നുന്നു. മലയാളം അറിയില്ല ജഷ? പാടാണ്. ഓക്കെ, അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും ഡിപ്പേഴ്സ് എന്താണെന്ന്. മേഘന ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് മേഘന ജർഷ പറയാൻ പോകുന്നത് കേട്ടോ. പറഞ്ഞോളൂ. A dipper is a small bowl shaped
cup with a long handle used for serving liquids like water, curry or soup. ഓക്കെ, യെസ്, വെരി ഗുഡ്. ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത്. അത് തന്നെ, അതായത് നമ്മുടെ ലിക്വിഡ്സ് ഒക്കെ വെക്കില്ലേ നമ്മളാ, അതിനൊരു കപ്പ് പോലത്തെ ഷേപ്സിലുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും, ഡിപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എങ്കിലും എന്താണ് അതിനൊരു പ്രോപ്പർ പ്ലേസ്. നമുക്ക് എന്ത് സാധനം ബാത്റൂമിനകത്ത് വെക്കാനായിട്ട് എന്തായിരിക്കും, പ്രത്യേകിച്ച് ലോഷൻസ്, ലിക്വിഡ്സ്, സോപ്സ് ഒക്കെ വെക്കാനായിട്ട് എന്താണ് സ്പേസ് കണ്ടിട്ടില്ലേ നിങ്ങളത്? പല ഷേപ്സിലുണ്ട്. ഇപ്പൊ കപ്പ് മാത്രമായിട്ടല്ല കേട്ടോ, പല ഷേപ്സിലുണ്ട് അത്. ഓക്കെ, അതൊന്ന് ഗൂഗിളിൽ അതിന്റെ പിക്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, കഴിഞ്ഞോ? Then use toilet properly, put the sit correctly and careful, etc. ഇനി ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത് അല്ലെ, put the sit correctly and carefully. എന്താണ് എന്താ പറയുന്നത്? അതെ, സിറ്റ് ഇടുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾ അല്ലെ. ശരിക്കും നിങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില കുഞ്ഞുങ്ങള് എന്താണ് പെട്ടെന്ന് ധൃതി പിടിച്ച് ക്ലാസ്സിലൊക്കെ വരണം എന്നുള്ള ആ ഒരു തോട്ടിലൊക്കെ എന്താണ് ചിലപ്പോ മുറുക്കിയൊക്കെ വരച്ചടച്ചു കഴിഞ്ഞാൽ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് സിപ്പ് ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. The above instruction definitely guides students in the right way they can get good bathroom behavior. അപ്പൊ നമ്മളിപ്പോ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികൾ ആവശ്യമില്ലാതെ സോപ്സും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള സോപ്സും ടവൽസും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ വാൾസിൽ അല്ലെങ്കിൽ ഡോറിലൊക്കെ ഒന്നും എഴുതാതിരിക്കാനായിട്ടുള്ള പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുത്തി കുറിക്കാൻ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം പോകേണ്ടത്? ഗോ 1 by 1 ആയിട്ട് അല്ലെ, ഒരു ക്യൂ പാലിച്ചുകൊണ്ടായിരിക്കണം, വളരെ സൈലന്റ് ആയിട്ടായിരിക്കണം ബാത്റൂമിലേക്ക് പോകേണ്ടത്. അതോടെ മറ്റു കുട്ടികളെ തള്ളോ അല്ലെങ്കിൽ വലിക്കോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് ആവശ്യത്തിലും അധികം വെള്ളം ഉപയോഗിക്കരുത്. ദെൻ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം എന്താണ് കൈകൾ വൃത്തിയായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴെന്താണ് കൈകൾ വൃത്തിയായിട്ട് കഴുകേണ്ടതുണ്ട്. ദെൻ ഒരിക്കലും ബാത്റൂമിനകത്തുള്ള വാട്ടർ കുടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ ലിക്വിഡ്സ് അല്ലെങ്കിൽ സോപ്സുകളൊക്കെ പ്ലേസ് ചെയ്യേണ്ട സാധനം ഉണ്ടായിരിക്കും, ഡിപ്പേഴ്സ് ഉണ്ടായിരിക്കും, അത് കറക്റ്റ് പ്ലേസിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. പിന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിപ്പ് എങ്ങനെയാണ് ഇടേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണ് ബാത്റൂം മാനേഴ്സ് ആണ്. അപ്പൊ കുട്ടികളെ ക്ലാസ് പ്രത്യേകിച്ച് ബാത്റൂമിൽ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ബാത്റൂംസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബെഡ്റൂം മാനേഴ്സ്. ബെഡ്റൂമിൽ കുട്ടികൾ എന്തൊക്കെ മാനേഴ്സ് പാലിക്കേണ്ടതുണ്ട്? ഏർലി ടു റൈസ്, ഏർലി ടു ബെഡ് ഇസ് മസ്റ്റ് ഫോർ ഓൾ. ആണോ? ശരിയാണോ? അതെ, നേരത്തെ ഉണരും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അല്ലെ. അതേപോലെ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഉണരുന്നത്. അപ്പൊ ഏർലി മോർണിംഗ് മിക്കതും കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ ഏകദേശം എത്ര സമയത്ത് എഴുന്നേൽക്കാറുണ്ട്? 6:30. 6:30, 7 മണി അല്ലെ. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ട്, 6 മണിക്ക്. ഓക്കെ, രാത്രി എപ്പോഴാണ് കിടത്തി ഉറക്കാറ്? 9:30. 10 മണി. 10 മണി. ഓക്കെ, എത്ര മണിക്ക് ഭക്ഷണം കൊടുക്കും? 8 o'clock. 9:30 ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങും, 5:45 ആകുമ്പോഴത്തേക്ക് എണീക്കും. Okay, very good. Yes, that is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. Okay, അപ്പോ എന്താണ് ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം എല്ലാ ഡെയിലി ഡ്യൂട്ടീസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, ഒരു ദിവസം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കുട്ടിക്ക് ഉണ്ട്, അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പാരന്റ്സിനോട് ഒരു ഗുഡ് നൈറ്റ് പറയാനും അല്ലെ, അല്ലെങ്കിൽ ഉണരുന്ന സമയത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ളവരോ ആ ഒരു പ്രവണത കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. അതൊരു ശരിക്കും റുട്ടീൻ ആയിട്ട് മാറും. ഓക്കെ, ദെൻ
അതോടൊപ്പം തന്നെ എന്താണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അല്ലെ, പാരന്റ്സിനെ അംഗീകരിക്കുന്നത് പോലെ തന്നെ, പാരന്റ്സിനോട് ആ റെസ്പെക്ട് കാണിക്കുന്നത് പോലെ തന്നെ ഈശ്വരൻ എന്താണ് ഗോഡിനെ ഒരു, അതായത് കുട്ടികളിൽ നിങ്ങള്, ഞാൻ ഒരു ദൈവവിശ്വാസത്തിന്റെ പേരിൽ പറയല്ല കേട്ടോ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് അല്ലെ, നമ്മൾ ആരോ നമ്മൾക്ക് എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അല്ലെ, ഇതിനെയല്ലേ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഒരു രൂപത്തിനോ ഭാവത്തിനോ ഒന്നും അല്ല. നമ്മളുടെ കൂടെ എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തുണ്ടോ അതിനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളിൽ ആ ഒരു വിശ്വാസമല്ല, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ദൈവത്തിനോട് എന്നും എന്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, എന്ത് ചീത്ത കാര്യം, മോശമായ കാര്യം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവത്തെ ഓർക്കാന്നുള്ള ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ദൈവത്തിനെ വിളിക്കുന്നത്. പക്ഷെ ദൈവത്തിനെ വിളിക്കുന്ന സമയത്ത് ദൈവമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അതാണ് നമ്മുടെ ദൈവം അല്ലെ, അല്ലേ? അത്രേ ഉള്ളൂ, ഇതാണ് ദൈവം. ആരും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ രൂപങ്ങളിൽ കാണുന്ന പോലത്തെ ഈശ്വരനെ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. എല്ലാം മനുഷ്യരിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര കൃഷ്ണന്റെ ആരാധികയാണ് കേട്ടോ. കൃഷ്ണനാണ് ഏറ്റവും ഇതായിട്ട്, എല്ലാ ഈശ്വരന്മാരും ഇഷ്ടമാണ്, പക്ഷെ കൃഷ്ണനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. കൃഷ്ണന് ഇഷ്ടമുള്ളത് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ സുരമ്മയുണ്ട് മാം, എപ്പോഴും എന്റെ കൃഷ്ണ അപ്പൊ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്ഥിതി കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. Then early boost is to good for your health. Early to boost is good for your health. So get up early, finish morning duties fastly, and help their parents if they can. Start school at the correct time. For above, teachers instruct students as follows. ഇനി വേറെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നമ്മളെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത്, കുട്ടികളെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാറുണ്ട്? എല്ലാ കാര്യങ്ങളും തെറ്റില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തെറ്റാറുണ്ട് അല്ലെ. കുട്ടി ലേറ്റ് ആയിട്ടാണ്, ഇൻകേസ് കുട്ടിയല്ല നിങ്ങൾ ലേറ്റ് ആയാലും എന്താണ് പ്രശ്നമാണ്. അതേപോലെ കുഞ്ഞ് ലേറ്റ് ആവുന്ന സമയത്ത് അവന്റെ കാര്യങ്ങൾ വരെ അവന് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് ചിലപ്പോ എന്താണ് അതിർത്തി പിടിച്ച് ബഹളം വെച്ച് കരഞ്ഞൊക്കെ സ്കൂളിൽ പോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നേരത്തെ എഴുന്നേൽക്കണം അല്ലെ. നേരത്തെ എഴുന്നേൽക്കുന്നതിന് ശേഷം അതോടൊപ്പം തന്നെ എന്താണ് മോർണിംഗ് ഡ്യൂട്ടീസ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓരോന്നിനും കറക്റ്റ് ടൈം കൊടുക്കുക. ഇത്ര സമയത്ത് ഇത്ര കാര്യങ്ങളെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ ആ കറക്റ്റ് ടൈമില് കറക്റ്റ് റെഡി ആയിരിക്കും. അതൊരു റുട്ടീനാണ്. നമ്മൾ ആദ്യം പറയുമ്പോൾ മാത്രം കുറച്ച് ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് എന്താണ് അവരത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. അതൊരു ലൈഫ് റുട്ടീൻ ആയിട്ട് വരികയും ചെയ്യും. പിന്നെ എന്താണ് ചില സമയങ്ങളിൽ പാരന്റ്സിനെ സഹായിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. ചെയ്യാറുണ്ടോ നിങ്ങളുടെ കുട്ടികൾ? നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിപ്പിച്ചു തുടങ്ങുക കേട്ടോ. ആണായാലും പെണ്ണാണെങ്കിലും എന്താണ് അത് ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കാരണം അവരെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളിപ്പോ ഇപ്പോഴേ തന്നെ ഓരോന്ന് ശീലിപ്പിച്ചു തുടങ്ങിയാൽ എന്താണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കിക്കോട്ടെ. കുറച്ച് വലിയ ആൾക്കാരുടെ കാര്യമായിട്ടാണ് പറയുന്നത്. സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പഠിക്കട്ടെ. അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാകട്ടെ. അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മളെ ഒരിക്കലും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. കാരണം ചില കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അവര് എന്താണ് ഓരോ വ്യക്തികളായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് അവർക്ക് തന്നെയല്ലേ ഉപകാരം നമ്മളിത് ചെയ്തു കൊടുത്താല് അല്ലെ. നമ്മൾ ഓരോന്ന് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു കൊടുത്താൽ അവർക്ക് തന്നെയാണ് ഇത് ഉപകാരം, മറ്റാർക്കുമല്ല. ഓക്കെ, അവരും ഒരു ഫാമിലി ലൈഫിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആർക്കും ഒന്നും അങ്ങോട്ട് ചെയ്ത് കൊടുക്കാണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യട്ടെ, തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കുട്ടികൾ കുക്ക് ചെയ്യോ? ആരെങ്കിലും ചായ ഉണ്ടാക്കാൻ അറിയോ കുട്ടികൾക്ക്? എന്റെ മോനുണ്ട്, ചായ ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ചിക്കൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും, അതൊക്കെ ചെയ്യും. ഇനി കുറച്ചുകൂടി കുഞ്ഞു കുട്ടികളുടെ കാര്യം ചോദിക്കണം. അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ തന്നെ വെള്ളം എടുത്ത് കുടിക്കാറുണ്ടാവില്ലേ? എന്റെ മോളെടുത്തു കഴിച്ച പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ അവിടെ കൊണ്ടുവച്ചത് കൊണ്ടുവയ്ക്കുള്ളൂ അല്ലെ, കഴുകാൻ അറിയില്ല. 3 വയസ്സായിട്ട് കൊണ്ടുവയ്ക്കും മാം.
അംഗൻവാടിയിലും UKG പഠിക്കുന്നത്. എങ്കിലും തന്നെത്താനെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോയി സിങ്കിൽ കൊണ്ടുപോയി പിന്നെ നമ്മുടെ കുറച്ച് ചെറിയ ടവൽസ്, അവരുടെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ, അതൊക്കെ അവരെ കൊണ്ട് തന്നെ മടക്കിക്കുക. അത് ചെയ്യട്ടെ. അതൊക്കെ എക്സസൈസ് ആണ് അല്ല, അവിടെയും ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. തുണികൾ തനിയെ ചെയ്യും മാം. ഡ്രസ്സൊക്കെ തനിയെ ഇടും. മോക്ക് 4 വയസ്സേ ഉള്ളൂ. 6 വയസ്സായ മോൻ തനിയെ ചായ തിളപ്പിക്കാനായിട്ട് സ്റ്റൂൾ ഇട്ടിട്ട് മേളിൽ കയറി നിൽക്കും. ഞാനടുത്ത് നിൽക്കും. ഞാൻ ചപ്പാത്തി പരത്തി കൊടുക്കുമ്പോ തനിയെ ചുട്ടെടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു തരും. നല്ല കാര്യം. അവര് പഠിക്കട്ടെ. നമ്മളെയോ നമ്മുടെ പാരന്റ്സ് ഒന്നും പഠിപ്പിച്ചില്ല. അവർക്ക് പഠിക്കട്ടെ. ആണോ? ആണോ? അങ്ങനെയല്ല മാം, ഒരു സമയത്ത് നമ്മളില്ലാതെ വരുമ്പം നമ്മളെ മക്കൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, അത്രേ വിചാരിക്കുള്ളൂ. നമ്മളില്ലാത്ത സമയത്ത് അവര് സെൽഫായിട്ട് നിൽക്കാൻ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറെ പേരെങ്കിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമില് കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കുറെ കാര്യങ്ങൾ അറിയാത്തതുണ്ട് അല്ലെ? എന്താണ് എങ്ങനെയാണ് പല പ്രാവശ്യം വിഷമിച്ചവരുണ്ടാവായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഉണ്ടായിട്ടുണ്ടാവും മിക്കവരും. നമുക്ക് സംഭവിച്ചത് നമുക്കതിന് നമ്മൾക്ക് ചെയ്യാനായിട്ട് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ എങ്ങനെ ചെയ്ത് പോയി. അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെയോ പഠിച്ചു. പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അങ്ങനെ ഒരു സ്റ്റുഡൻസ് അങ്ങനെ ഒരു കമന്റ് ചെയ്ത, ടീച്ചർ എനിക്ക് അരി വെക്കാൻ അറിഞ്ഞുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 10 പേർക്ക് 5 പേരോ 6 പേരായിട്ടുണ്ടായിരുന്നു. ഇത്രയും പേർക്ക് ചോറ് വെക്കാൻ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറെ വണ്ടർ അടിച്ചു പോയി. എനിക്ക് അറിഞ്ഞൂടാ ചോറ് വെക്കാനായിട്ട്. അമ്മയെ വിളിച്ച് അമ്മനോട് ചോദിച്ച് ചോറ് വെക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മേനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് നിന്ന് കൊടുത്തില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കുട്ടികൾക്കെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവരുത് അല്ലെ. അവർക്ക് സ്വന്തം കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്. ഇപ്പൊ നമ്മളുടെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ലല്ലേ. എപ്പൊ വേണമെങ്കിലും ഇന്ന് ഉണ്ടാവും നാളെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഒരിക്കലും അവർക്ക് അത് ബേർഡൻ ആയിട്ട് തോന്നരുത്. ഓക്കെ, അപ്പൊ അവരിപ്പോഴേ തന്നെ അതിന് പ്രാപ്തരാക്കാന്നാ പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ എന്താണ്, എപ്പോഴാണ് സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു സ്കൂൾ ടൈമിനെ കറക്റ്റ് ടൈമിൽ ഒരിക്കലും കൊണ്ടുവന്നാക്കാതെ നിങ്ങൾ 10 മിനിറ്റ്സിന് മുമ്പെങ്കിലും കുട്ടികളെ സ്കൂളിൽ എത്തിക്കേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇമോഷണലി വളരെ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ലേറ്റ് ആയിട്ട് സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നത്. കാരണം എന്താണ്, നിങ്ങൾക്ക് അറിയില്ല, അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന് ആ ഒരു ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് കഴിയുന്നത് വരെ കുട്ടി ഓക്കെ ആവില്ല. ടെൻഷൻ അടിച്ച് വളരെ ടെൻഷൻ അടിക്കുന്നതാണ് ബെല്ലടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് കുറച്ചു പേർക്ക് അറിയാൻ പറ്റും. പക്ഷെ ബെല്ലടിക്കും എന്നുള്ളൊരു പേടി വരും. ടീച്ചർ വഴക്ക് പറയുന്നൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഒക്കെ മനസ്സിൽ വെച്ചായിരിക്കും കുഞ്ഞ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ ആ ഹറി ബറിയൊക്കെ മാറ്റി നമ്മള് 10 മിനിറ്റിന് മുമ്പെങ്കിലും സ്കൂളിൽ എത്തിച്ചിരിക്കണം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ധൃതി പിടിച്ചാക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ടെൻഷൻ വരാറില്ലേ? ബെല്ലടിച്ചു കഴിഞ്ഞു കൊണ്ടുവന്നാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആവാറില്ലേ? പേടിക്കുന്നുണ്ടാവോ? അല്ലെങ്കിൽ വഴക്ക് പറയോ? എന്താണെന്നാവോ? നമ്മൾ തിരിച്ചു വരുന്നത് വരെ നമുക്കൊരു ടെൻഷനാണ് അല്ലെ. എന്നിട്ട് ചോദിക്കും, മോനെ വൈകിയതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കാറില്ല നിങ്ങള്? അപ്പൊ അതിന്റെ ഒന്നും സിറ്റുവേഷൻ, ആ ഒരു ആവശ്യം വേണ്ട. അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? 10 മിനിറ്റ് മുമ്പെങ്കിലും സ്കൂളിലാക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താണ് കുട്ടികൾ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ എഴുന്നേൽക്കുക, അതേപോലെ തന്നെ നേരത്തെ ഉറങ്ങാൻ കിടക്കുക, അതേപോലെ തന്നെ എന്താണ് എല്ലാ ഡ്യൂട്ടീസും അന്ന് ചെയ്തതിനു ശേഷം ഒരു ഗുഡ് നൈറ്റും അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയാനായിട്ടും അതേപോലെ തന്നെ ദൈവത്തെ എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ബെഡ്റൂം മാനേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെ. എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാം അല്ലെ. ദെൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. Get up early to do things by yourself. Roll the bed neatly and carry it to the right place. Adjust with your parents in their work. Then only you can come to the school early. എന്താ പറയുന്നത്? Get up early to do things by yourself. നമ്മൾ വൈകി എണീക്കാൻ നമുക്ക് നമ്മുടെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. എങ്കിലും പറയാണ്, അവർ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറയണേ അല്ലെ. ഇപ്പൊ പില്ലോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക. ഇനിയിപ്പോ പുറത്ത് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മടക്കി അതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വെക്കാൻ പറയണം. ഓക്കെ, റൂം എപ്പോഴും ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ബെഡ്. ഓക്കെ, then adjust with your parents in their work. പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്കൊന്ന് ഹെൽപ്പായിട്ട് നിൽക്കാം. ദെൻ ഓൺലി യു ക്യാൻ കം ടു ദ സ്കൂൾ ഏർലി.
സ്കൂളിലേക്ക് എപ്പോഴാണ് ഇപ്പൊ പോവേണ്ടത്? എപ്പോഴാണ് പോവേണ്ടത്? 9:30 ഒമ്പതര. നേരത്തെ പോണം. For the bell. എപ്പോഴാണ് നിങ്ങൾ സ്കൂളിൽ പോവാറ് കുട്ടികളെ? 7:45 മാം. 7 മണിക്കോ? ആരാണത്? 7:45 മാം. 7:45 സ്കൂൾ ബസ് വരും. 7:45. അവർക്ക് 8:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. 3:30 ആകുമ്പോൾ തിരിച്ചു വരും മാം. ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതുന്നത് നമ്മൾ എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പാരന്റ്സിനെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒട്ടും വൈകാതെ തന്നെ സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മൾ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. ചെയ്യാതിരിക്കുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും മോശമായ പ്രവണതയാണ്. കാരണം നിങ്ങൾക്കൊരു വയ്യാതാവുന്ന സമയത്ത് ആ കുഞ്ഞായിരിക്കും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുന്നത് അല്ലെ. കുഞ്ഞ് ഹെൽപ്പ് ചെയ്യാനുണ്ടാവണമെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അറിയണം അല്ലെ. കുഞ്ഞിനത് പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വ്യത്യാസം വേണ്ട, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ. ബെഡ്റൂം ഗ്രാൻഡ് പാരന്റ്സ് പറയും അയ്യോ ചെറിയ കുട്ടിയല്ലേ ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയും. നമ്മളൊക്കെ ചെയ്യും. അവരങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയത് അല്ലെ. നമുക്കൊന്നും ചെയ്യാൻ അറിയാണ്ടായത് ഇങ്ങനെ പറഞ്ഞു. ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ പറയും, കംപ്ലൈന്റ് പറയും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കരുത് കുഴപ്പമില്ല, ചെയ്തോട്ടെ. അവരെ എന്നെ പഠിക്കാൻ വേണ്ടിയല്ല, ചെയ്തോട്ടെ. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമൊക്കെ വരും. അവർ ചിലപ്പോ കരഞ്ഞൊക്കെ അഭിനയിക്കും. അതെ അതെ, അങ്ങനെയൊന്നും അല്ല, കേസ് കൊടുക്കൂന്ന് പറയുന്നത് എന്നോട്. കേസ് കൊടുക്കുന്നോ? പക്ഷെ അത് കുട്ടികളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചെയ്യണോ ചെയ്യണ്ടോ അവര് നിത്തി ചെയ്തു വരുന്ന കാര്യം. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് പറയുമ്പോ ഓ അമ്മമ്മ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യണ്ട, പിന്നെ എന്താ അമ്മ ഇങ്ങനെ പറയും, അങ്ങനെ ചോദിക്കും അവർ. അവർക്കൊരു കൺഫ്യൂഷൻ. സപ്പോർട്ട് ചെയ്തേ പിള്ളേർ പോകും. അമ്മമ്മമാര് വീട്ടിലെന്തെങ്കിലും ആൺകുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അതുകൊണ്ടാ നിങ്ങള് നമുക്ക് ദേഷ്യം വരും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ. ശരിക്കും അവരൊക്കെ കുറെ മോശം ചിന്താഗതികളാണ് കുറെയൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണം. എന്റെ മോളോട് എന്റെ ഉമ്മ പറയും, എന്റെ മോൾ അത്യാവശ്യം എല്ലാം ചെയ്യും. എന്റെ മോളോട് എന്റെ ഉമ്മ പറയും, എന്റെ ഉമ്മ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, അതുകൊണ്ട് ഈ ഒന്നും ചെയ്യണ്ട പറയും. അതെ, ഇതേ ഡയലോഗ് എല്ലായിടത്തും പറയുന്നേ. എന്നാ പിള്ളേർ ചെയ്യുന്നതിനെ അങ്ങ് അംഗീകരിക്കല്ലേ. പിന്നെ ഒരു പ്രവണതയുണ്ട്, ആൺകുട്ടികൾക്ക് മീൻ വറുത്തത്, പെൺകുട്ടികൾക്ക് മീൻ ചാറ് അല്ലെങ്കിൽ മീൻ ഒരു കഷ്ണം. അതുകൊണ്ടോ നിങ്ങള് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് മീൻ വറുത്തതൊന്നുമില്ല, അല്ലെങ്കിൽ ചിക്കനിന്റെ കാലൊന്നുമില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒരു ചാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ്. അതൊക്കെ ഈ അമ്മമാരെ അപ്പന്മാരൊക്കെ തന്നെ അവർക്ക് അങ്ങനെ മാറ്റി അല്ലെങ്കിൽ ചില അമ്മമാരും ഉണ്ട് അങ്ങനെ അല്ലെ. അമ്മമാര് കേൾക്കണ്ടെന്നോ, ഞാൻ പറഞ്ഞ സത്യമില്ല. അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു വേർതിരിവായിരുന്നു, തരാനായിട്ട് കുറെ ബുദ്ധിമുട്ടായിരുന്നു. അവൻ കഴിച്ചോട്ടെ അല്ലെങ്കിൽ അവൻ കഴിക്കട്ടെ, അത് അവന് വേണ്ടി മാറ്റി വെച്ചതാണ്, അവന് വേണ്ടി മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞ് പറയും അല്ല. എന്നിട്ട് ഒരു സമയം എത്തുമ്പോ നമ്മൾ അങ്ങ് കല്യാണം കഴിച്ച് വിടുകയും ചെയ്യും. ഒക്കെ അവന് തന്നെയാണ് കിട്ടുന്നപ്പോ അല്ലേ. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പം എനിക്ക് തോന്നിയേക്കുന്നതാണ് കേട്ടോ മാം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പം അവർക്ക് കുറച്ചും കൂടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളായിരിക്കും. നമ്മൾ ചെല്ലുമ്പം അവരേലും കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും. എല്ലാം കണക്കന്നെ മേ. അതൊക്കെ പിന്നെ ഈ പാരന്റ്സ് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരുന്നത് എന്താണ്, സന്ധ്യ സമയത്ത് വടിയിൽ ഇരിക്കാൻ പാടില്ല. അതെന്തോ കഥയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ നമ്മൾ കാലാട്ടാൻ പാടില്ല, പെൺകുട്ടികൾ കസേരയിൽ ഇരുന്ന് കാലാട്ടാൻ പാടില്ല, നഖം കടിക്കാൻ പാടില്ല, സന്ധ്യക്ക് മുടി ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ചൂളം കുത്താൻ പാടില്ല, അപ്പൊ പാമ്പ് വരും. ചൂളം കുത്തിയിട്ട് ഏതെങ്കിലും പാമ്പ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ? ചിരിക്കാൻ പാടില്ല, സൗണ്ട് വിളി കേക്കല്ലേ പെൺപിള്ളേരുടെ എല്ലാം. പുറത്ത് കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാല് അകത്തേക്ക് വെക്കോ, അകത്തേക്ക് വെക്കോളം പറയുന്ന നമ്മളോട് അല്ലെ. നമ്മളവിടെ ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളാണ് പെൺകുട്ടികൾ. ഇതൊക്കെ എല്ലാ അമ്മൂമ്മമാര് പറയില്ലേ നമ്മള് ഒറ്റക്കാലം ഇരിക്കാൻ പാടില്ല, മരിക്കുമ്പോ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഞാനങ്ങനെ ഇരുന്നിട്ടുണ്ട്, എന്റെ അച്ഛമ്മയൊക്കെ എന്നെ തല്ലി ഓടിച്ചിട്ടുണ്ട്. നമ്മ കാലാട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സന്ധ്യക്ക് പുറത്തിറങ്ങുമ്പോ എന്തൊക്കെ സംഭവിക്കും. ഇപ്പോഴത്തെ കാലത്ത് സന്ധ്യക്ക് പുറത്തിറങ്ങിയാൽ ചിലപ്പോ പണിയുണ്ട് അല്ലേ.
സീരിയൽ കില്ലേഴ്സ് ഉണ്ട് അപ്പൊ ചിലപ്പോ പണിയിക്കുന്നത്. പക്ഷെ കാലാട്ടുമ്പോ എന്താണ് ഈ പ്രശ്നം എന്നാണ് ഞാൻ അറിയിക്കുന്നത്. എന്തുണ്ടാവാനാ? അത് ഒന്നും സംഭവിക്കാനില്ല. പണ്ട് കാലത്ത് അതിന്റെ ബാക്കില് കോളാമ്പി കട്ടിലിന്റെ അടിയിൽ വെക്കുമായിരുന്നു. അപ്പം അതൊക്കെ അപ്പൊ നമ്മള് കട്ടിലിരുന്ന് കാലാട്ടുമ്പോ കോളാമ്പി തട്ടി, കോളാമ്പിയിൽ കാല് തട്ടി അത് താഴെ വീഴും. അതുകൊണ്ടിട്ടാണ് കാലാട്ടരുതെന്നാ പറയുന്നത്. പക്ഷെ അത് ഇവര് പണ്ടുള്ള ആൾക്കാർ അത് ഭയങ്കര അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഭയങ്കര ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു. ദോഷം ഇതാണ് ദോഷം, അല്ലാതെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അല്ല മാം, ചില കേസിലൊക്കെ വയസ്സായ ആൾക്കാർ പറയുന്നതിൽ ഒരു 10% എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. പക്ഷെ ഒരു 90% പറയുന്നത് 10% അല്ല, ചില കാര്യങ്ങൾ കറക്റ്റ് ആണ് അവർ പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ കാലിന്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നത് അത്ര മോശം, നമ്മുടെ വയറിന് എന്തൊക്കെയോ സംഭവിക്കുന്നു പറയും. പക്ഷെ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ വലിയ ചില ആൾക്കാരൊക്കെ വരുന്ന ഒരു വലിയൊരു എന്തെങ്കിലും പബ്ലിക് ഫംഗ്ഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ മാത്രം കേട്ട് അതിന്റെ മുകളിൽ കാലാക്കി വലിയാക്കി നമുക്ക് തന്നെ ചില ആൾക്കാർ ഇരിക്കുമ്പോൾ തോന്നില്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ. നമ്മൊരു മാനേഴ്സിന്റെ ഒരു ഭാഗം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ മാറ്റം വന്നാൽ കുറച്ചൊക്കെ ശരിയാവും. അവര് പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെ അവര് റീസൺ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല. ഈ കാര്യം മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. റീസൺ എന്താന്ന് ആർക്കും അറിയില്ല. നമ്മൾ അച്ഛനോട് ഇപ്പൊ എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് റീസൺ എന്താ പറയാ അറിയില്ല. അവർക്ക് അറിയില്ല. അങ്ങനെയാണ് പറഞ്ഞാൽ പഴമക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ അതൊക്കെ ഇങ്ങനെ എന്താണ് പറഞ്ഞനുസരിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ചില കാര്യങ്ങളില് ശരിയാണ് റീജ പറഞ്ഞത് അല്ലെ, ചിലത് മുത്തശ്ശിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല. ചിലത് ഇപ്പൊ നമ്മൾ പറയില്ലേ, മൂത്തവർ ചൊല്ലും മുതിർന്നിലേക്ക് ആദ്യം കഴിക്കും പിന്നെ മത്തിരിക്കും അല്ലെ? ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ സത്യമാണ് അല്ലെ? ചില സമയത്ത് നിങ്ങളോട് അമ്മ പറഞ്ഞിട്ടില്ലേ, ഈ പണിയൊക്കെ നീ പഠിച്ചിട്ട് പോയി, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പഠിക്കാണ്ട് പോയി കല്യാണ വീട്ടിൽ ചെന്നിട്ട് കഷ്ടപ്പെട്ടവരില്ലേ? അതൊക്കെ ശരിക്കും കറക്റ്റ് ആണ് അല്ലെ? ഫുഡിന്റെ കാര്യമൊക്കെ കറക്റ്റ് ആണ് മാം. നമ്മളിപ്പോ വീട്ടിൽ എന്താ ഫുഡ് വെച്ച് എനിക്കിത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയില്ലേ. അപ്പൊ അമ്മ ചോദിക്കും നിങ്ങളിപ്പോ കല്യാണം കഴിച്ചു പോയി അവിടെ വെക്കാൻ, അത് നമുക്ക് വേണ്ട ഫുഡ് ഞാൻ പറയാം അന്നേരം എനിക്ക് വേണ്ട ഫുഡ് ഞാൻ ഉണ്ടായിക്കോളും. പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കഴിക്കൂല എന്ന് പറഞ്ഞു. അന്ന് അമ്മ പറഞ്ഞ സമയത്തൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് മര്യാദക്ക് ചായ ഉണ്ടാക്കായിരുന്നു അല്ലെങ്കിൽ ചോറ് വെക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ചവരുണ്ടാവും അല്ലെ? തിരിച്ചായിരുന്നു മിസ്സേ. ഞാനിവിടെ ഒന്നും ചെയ്യില്ലായിരുന്നു, എപ്പോഴും പഠിത്തം എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കായിരുന്നു. പക്ഷെ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം തനിയെ തന്നെ ചെയ്യുമായിരുന്നു. മോശമൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാരും നല്ലതാന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല. ചിലവർക്ക് ക്രിയേറ്റിവിറ്റിയിലൊക്കെ ലക്കാണോ അങ്ങനെ രക്ഷപ്പെട്ടു പോയത്. പക്ഷേങ്കിൽ മാം നമ്മുടെ ടൈമിലൊക്കെ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും എക്സ്പെരിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഒന്നും പഠിച്ചില്ലെങ്കിലും ചെയ്യേണ്ട സമയത്ത് ഈ സംഭവം തുറന്നു വെച്ചാൽ എല്ലാം സെറ്റ് ആയിട്ട് വരും. എന്റെ അനിയത്തിയൊക്കെ ഇപ്പൊ ചെയ്യുന്ന കാണാം. അവൾക്കൊന്നും അറിയില്ലെങ്കിൽ കൂടെ ഒരു എമർജൻസി വരുമ്പോൾ യൂട്യൂബിൽ ഏതാ വേണ്ടേ ചപ്പെടുക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പൊ തന്നെ കിടന്ന് ചക്രശ്വാസം വലിക്കണ്ടല്ലോ, അപ്പൊ എന്തായാലും പോയി പെടും. അപ്പൊ പിന്നെ ഇപ്പൊ കുറച്ചങ്ങ് നടന്നോട്ടെ, അപ്പൊ പെടുമ്പോ ഒരുമിച്ച് പെട്ടോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയെന്ന് വിചാരിച്ചോട്ടാ നിങ്ങള് ഇതൊക്കെ പഠിക്കണം നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും പറയുന്നത്? സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്, ഇതൊക്കെ നോക്കി ചെയ്യാം. അമ്മ പറഞ്ഞു തരുമ്പോ ഒരു കാര്യമില്ല എന്ന് പറയും ചിലപ്പോ കേട്ടോ. അതൊക്കെ പ്രതീക്ഷിച്ചോ, അതൊക്കെ ഉണ്ടോ ചിലപ്പോ. ശരിയാണ് പട്ടിണിയെടുക്കില്ല. പക്ഷെ എന്ത് സ്വിഗ്ഗി ഉണ്ടെങ്കിലും എന്ത് സൊമാറ്റോ ഉണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളത് പഠിച്ചു തന്നെ, അത് പാലിന് പറഞ്ഞു കൊടുത്തു തന്നെ അല്ലെങ്കിൽ നമ്മള് വീട്ടിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഏത് യൂട്യൂബിൽ കിട്ടുന്ന ഒരു കാര്യമൊന്നുമില്ല അല്ലെ? അത് സ്വന്തം തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ കേസ് അത്യാവശ്യമായിട്ട് ചൂല് പിടിക്കാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പാത്രം കഴുകണം എങ്ങനെയാണ്, അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞില്ല. പ്രത്യേകിച്ച് അരി വെക്കാൻ അറിയണം അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചോറ് വെക്കാൻ അറിയാന്നുള്ളത്. എവിടെ പോയാലും മറ്റേ ഗോൾഡാരി സിനിമയിൽ പോയി പറഞ്ഞതില്ലേ മഞ്ജു വാര്യരെ, ഇന്ന് എവിടെ പോയാലും ഏത് സ്വിറ്റ്സർലാൻഡിൽ പോയാലും കഞ്ഞി വെക്കാൻ അറിയണം അല്ലെ? ഇവിടെ പോയാലും അത് അറിഞ്ഞിരിക്കണം നമ്മൾ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആണായാലും പെണ്ണായാലും അതൊക്കെ പഠിക്കട്ടെ. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞ ബെഡ്റൂം മാനേഴ്സ് ആണ് പറഞ്ഞത്. ഇനി കുറച്ച് ജനറൽ മാനേഴ്സ് കൂടി നോക്കാം. പൊതുവായിട്ടുള്ള മര്യാദകൾ എന്തൊക്കെയാണ്? ടീച്ചർ ഷുഡ് വാച്ച് സ്റ്റുഡൻറ് ഹാവ് ഗുഡ് ജനറൽ മാനേഴ്സ്. സോഷ്യൽ ബിഹേവിയർ ക്യാൻ മേക്ക് മാൻ എക്സലന്റ്. Generally, teachers are giving commands, but they fail to watch whether they are following or not. It is the duty of the teacher to give instruction and detect whether they are following. If they fail to follow, they should punish them and make them follow. Otherwise, they would not have general manners. എന്താണ് പൊതുവായിട്ടുള്ള മര്യാദകൾ എന്ന് പറയുന്നത്?
പ്രത്യേകിച്ച് സൊസൈറ്റിയിൽ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യുന്നത്, വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കരുത് നമ്മള് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ബിഹേവിയർ കാണിക്കേണ്ടത്. ദെൻ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടീച്ചേഴ്സ് ആണ് അതിന് ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെ. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആരോട് എന്തൊക്കെ എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയായിരിക്കും നിൽക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് പൊതുവായിട്ട് ഇപ്പൊ നമുക്കറിയാലോ, ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഒരാൾ വന്ന് നമ്മളുടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് അയാൾ പരിചയമില്ല, നമ്മൾ മാറിക്കോ, അല്ലെങ്കിൽ അയാളെ മുഖത്തോട്ട് നോക്കാതെ മാറിക്കോ, എന്താ ചെയ്യുന്നത്, അവരെ നമ്മൾ എന്താണെങ്കിലും അയാൾ പേര് ചോദിക്കുമ്പോൾ തിരിച്ചും നമ്മൾക്കും ചോദിക്കാം അല്ലെ, പേരെന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരാളെ കണ്ടാലും എന്താണ് ചോദിക്കേണ്ടത്, അയാളെ ചോദിക്കുന്ന അനുസരിച്ചിട്ട് കുറച്ചൊന്ന് അതായത് ഇടപഴകാൻ നമ്മൾ അത്യാവശ്യം ഇടപെടുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, ചിരിച്ച് ബിഹേവ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഹലോ നമസ്കാരം അല്ലെങ്കിൽ ഹായ്, ഒരു ഹായ് പറഞ്ഞാലും ഒരു പ്രശ്നമല്ല. അത്രയും മര്യാദകൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇനി നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ടും കുട്ടികൾ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന വെച്ചൊരു പ്രശ്നമില്ല. അതായത് ജനറലി ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നില്ലെങ്കിൽ, ക്ലാസ് റൂമിൽ മോശമാണ്, പൊതുവെ പുറത്തും മോശമാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കുന്നു ചോദിച്ചാൽ ഒരു പ്രശ്നമല്ല. അത് ആ പണിഷ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് കുട്ടികൾ എന്ത് സംഭവിക്കും, പിന്നീട് അത് ചെയ്യാതിരിക്കാവുന്ന പ്രവണത കുഞ്ഞിന് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സൊസൈറ്റി പൊതുവായിട്ടുള്ള മര്യാദകൾ പാലിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ദെൻ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്ന് പറയുന്ന ആരാണ്, ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മള് പുറത്ത് ഒരു സൊസൈറ്റിയുമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ ദിനം പ്രതി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹി ഹാസ് അഡ്ജസ്റ്റ് വിത്ത് എവറിബഡി. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ആരോടും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലെ, ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകും. Then he has to comply with the rules and regulations of the society. ഇനി മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറയുന്നത് പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യ സൊസൈറ്റിയിൽ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇന്ററാക്ട് വിത്ത് അതേഴ്സ്, പിന്നെ കണക്ഷൻസ്, പീപ്പിൾ വിത്ത് കണക്ഷൻ ഉണ്ടാവും, ഇന്ററാക്ഷൻസ് നടത്തുന്നുണ്ട്, പിന്നെ റിലേഷൻഷിപ്പ് റൂൾസ് എന്തൊക്കെ റൂൾസ് ഉണ്ട് അതൊക്കെ ഒബേ ചെയ്യും അല്ലെ. നമ്മളിപ്പോ റോട്ടിൽ നടക്കുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഏത് വശത്തു കൂടിയാണ് നമ്മൾ നടക്കുന്നത്, ലെഫ്റ്റ് സൈഡ്. നമുക്കറിയാം. അത് നമ്മളുടെ ജനറൽ മാനേഴ്സിന്റെ ഭാഗമാണ്. പൊതുവായിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ഒരു അമ്പലത്തിൽ പോവാണ് അല്ലെങ്കിൽ പള്ളിയിൽ പോവാണ്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ നമുക്കറിയാം അല്ലെ. പ്രധാനമായിട്ട് എങ്ങനെയായിരിക്കും, സൈലൻസ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. സൈലൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിന്നിട്ടായിരിക്കും തൊഴാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നിൽക്കുന്നത്. അതൊക്കെ പൊതുവായിട്ട്. പിന്നെ നമ്മള് ഒരു പുറത്തേക്ക് ചെന്ന് ഭയങ്കര ഉറക്കെയൊക്കെ സംസാരിക്കുവോ, ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര ദേഷ്യം വന്നാലും ഒരാളോട് നമ്മൾ അവിടെ വെച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ബിഹേവിയർ കാണിക്കുമോ, ഇല്ല അല്ലെ. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് പറഞ്ഞൊക്കെ നോക്കൂ, പക്ഷെ അതിന് കിടക്കുന്ന സമയത്ത് മാത്രമേ അത് അക്രമങ്ങളായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പൊതുവെ പുറത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, പുറത്ത് പോകുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്. ദെൻ അത് മാത്രമല്ല, ഹെൽപ്പിംഗ് അതേഴ്സ് എസ്പെഷ്യലി നീഡി. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയാണോ? അതെ. യെസ്. Then avoid taking ill of others. Avoid pride and eagerness. Avoid taking ill of others. Avoid pride and eagerness. എന്താണ്? Avoid ill of others means negativity ആയിട്ട് സംസാരിക്കുന്ന, ക്രിട്ടിക്കലി. Eagerness എന്താണ്? eagerness അത് അറിയാനുള്ളൊരു ആഗ്രഹമല്ലേ. eagerness എന്നുള്ളത് എന്താ? തിരക്ക് പിടിച്ച് ദേഷ്യത്തിൽ അങ്ങനെ ചടപടാ പരപരാന്നില്ലാതെ സമാധാനത്തിൽ. ആണോ, അങ്ങനെയാണോ പറയുന്നത്? എക്സൈറ്റ്മെന്റ് മാം, അറിയാനുള്ള ഒരു വേഗത്തിൽ അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. ഇൽ ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ സ്പീക്കിംഗ് നെഗറ്റിവിറ്റിയിൽ മിസ് അവരെ കുറിച്ച് ഇതായിട്ട് ഡിസ്റെസ്പെക്ട്ഫുള്ളി ആയിട്ട് സംസാരിക്കും.
അതാണോ? ഡിസ്റെസ്പെക്ട് അലസതയാണ്. ഇൽ ഓഫ് അതേഴ്സ്. ഇൽ എന്താണ് ഇവിടെ പറയുന്നത്? ഇൽ അലസതയാണ്. അലസതയാണോ? രോഗമല്ലേ മിസ്സേ? ഇല്ല അതിൽ വേണ്ടാത്തത് പറയാൻ അവരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണോ? എല്ലാം എല്ലാ വാക്കിനും മുമ്പ് അവോയ്ഡ് എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അവിടെ പറയുന്നത്? ആവശ്യമായിട്ടുള്ളവരിൽ നിന്ന് മാറി നിൽക്കുവാണോ? മോശമായിട്ട് ആരോടും സംസാരിക്കരുത്. അതേപോലെ തന്നെ എന്താണ് അഹങ്കാരത്തോടെയും സംസാരിക്കരുത് അല്ലെ? അത് പൊതുവായ ഒരു മര്യാദയാണോ? നമുക്കൊരാളെ പറ്റി അറിയില്ല അല്ലെ? അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന പോലെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരോടും സംസാരിക്കരുത്. അല്ലെങ്കിൽ എന്താണ് അലസമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാറില്ലേ? അത്തരത്തിലുള്ള അതൊക്കെ നല്ലൊരു സ്വഭാവത്തിന്റെ ഇതാണോ? മാം മറ്റുള്ളവരുടെ അസുഖമാണോ? മറ്റുള്ളവരുടെ അസുഖം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ഞാൻ പറഞ്ഞത് ശരിയല്ല, ഡിസ്റെസ്പെക്ട്ഫുൾ അത് പറയുന്നത്. മോശമായിട്ട് അല്ലെങ്കിൽ ബിഹേവ് കാണിക്കരുത്. നമ്മളിപ്പോ പ്രായമായിരുന്നെങ്കിലും നമ്മളെക്കാളും ഏജ്ഡ് ആയിട്ടുള്ളവരോട് ചിലവർ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് എത്ര പ്രായമുള്ളവരെ മാറ്റി ഇരുത്തി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നമ്മൾ കയറി ഇരിക്കാറുണ്ട്. ചില ആൾക്കാരങ്ങനെ. ചിലത് നല്ലൊരു പ്രവണതയാണോ? അല്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മളാണ് മാറിക്കൊടുക്കേണ്ടത് അല്ലെ? പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാറുണ്ടോ? ഗർഭിണികളൊക്കെ ബസ്സിൽ കയറുന്ന സമയത്ത് നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാറുണ്ടോ? ഓക്കെ. അവോയ്ഡ് ലേസിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലസതകൾ ഒഴിവാക്കുക അല്ലെ? അലസമായിട്ടുള്ളൊരു അല്ലെങ്കിൽ മടി, മാക്സിമം മടി എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അലസമായ മനസ്സിൽ ആരാണ് ഇരിക്കുന്നത്? ചെകുത്താൻ. ഓക്കെ. അവോയ്ഡിങ് കമ്മിറ്റിംഗ് സൈൻസ് എന്നാണ് കേട്ടോ. സൈൻസ് SINGS എന്നാണ്. സൈൻസ് എന്ന് വെച്ചാൽ ബീറ്റിംഗ്. എന്തൊക്കെ സൈനുകളാണ് കമ്മിറ്റ് ചെയ്യുന്നത്? ബീറ്റിംഗ്, സ്റ്റീലിംഗ്, ഫൈറ്റിംഗ്, ടെല്ലിംഗ് ബാഡ്. എന്താണ് ബീറ്റിംഗ്, സ്റ്റീലിംഗ് എന്നൊക്കെ പറയുന്നത്? മോഷ്ടിക്കുക, തല്ലുപിടിക്കുക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നില്ല. അതൊക്കെ പൊതുമര്യാദയുമായി ബന്ധപ്പെട്ടതാണോ? പാടുള്ളതല്ല അല്ലെ? ഓക്കെ. ചില ബാഡ് വേർഡ്സുകൾ ചില കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ. അത് ചിലപ്പോൾ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെല്ലാവരിൽ നിന്നൊക്കെ കേട്ടിട്ട് അത് ചിലപ്പോൾ കുട്ടികൾ പൊതുമധ്യത്തിലായിരിക്കും അത് പറയുന്നത്. നമ്മള് എപ്പോഴും പറഞ്ഞത് നമ്മളെ ചിലപ്പോൾ പാരന്റ്സ് തമ്മിൽ വഴക്കൂടിയ സമയത്ത് പറഞ്ഞ വാക്കായിരിക്കാം. പക്ഷെ കുട്ടി അത് ഒരു പൊതു ഫംഗ്ഷനിൽ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. ഓക്കെ. യെസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് എന്താണ് ഒഴിവാവേണ്ടതുണ്ട്. അങ്ങനെ മോഷ്ടിക്കുക, എന്തെങ്കിലും മോഷ്ടിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അതറിയാലോ നിങ്ങൾക്ക്. ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും മോഷ്ടിക്കുന്ന പ്രവണതയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരു കാരണമില്ലാതെ തല്ലുപിടിക്കുന്ന കുട്ടികളുണ്ട്. ഒബെയിങ് എൽഡേഴ്സ് എന്താണ്? മുതിർന്നവരെ അനുസരിക്കുക. ദെൻ ലവിങ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഡ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെ? നമ്മളുടെ ഏതൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. റിസീവിങ് അതേഴ്സ് വിത്ത് റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്. എന്താണ് വാം വേർഡ്സ്? സൗമ്യമായിട്ടുള്ള വാക്കുകൾ. യെസ്. സ്നേഹപൂർവ്വം. യൂസിങ് പൊളൈറ്റ് വേർഡ്സ്. എന്തൊക്കെ പൊളൈറ്റ് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം? ഒരാൾ എന്തെങ്കിലും സാധനം തരുന്ന സമയത്ത് താങ്ക് യു, എക്സ്ക്യൂസ് മീ, പ്ലീസ്. ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും സോറി അല്ലെ? ഓക്കെ. പൊളൈറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ് പറയാനായിട്ട് അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഗുഡ് ജനറൽ മാനേഴ്സിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഒരു കുട്ടിയിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യും? പൊതുവായിട്ട് ഒരു മധ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ മാനേഴ്സ് അല്ലെ, ജനറൽ ആയിട്ട് എന്തൊക്കെ മാനേഴ്സ് ആണ് കുട്ടി കാണിക്കേണ്ടത് എന്നതിനെ പറ്റി അവർക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കും. ഓക്കെ. സോ ടീച്ചർ ഷുഡ് റിമെമ്പർ അബൌട്ട് തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇപ്പൊ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെ? ഒരു ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദ എന്തൊക്കെയാണ്? ഒരു ഫ്രണ്ടിനോട് കാണിക്കേണ്ട മര്യാദ എന്തൊക്കെയാണ്? ജനറൽ ആയിട്ട് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അധ്യാപകർ പറയുന്നതാണ് കുട്ടികള് ഏറ്റവും കൂടുതൽ അത് കേൾക്കുന്നത്. ഓക്കെ. അവർ ഒബ്സർവ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്യാച്ച് ചെയ്യുന്നത് വീട്ടുകാർ പറയുന്നതിൽ കൂടുതൽ അധ്യാപകർ പറയുമ്പോഴാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മള് ഇപ്പൊ ഒരു
പാഠഭാഗം പഠിപ്പിക്കുന്നതിൽ കൂടുതലായിട്ട് പൊതുവായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് എന്ത്. ഇത് നമ്മുടെ ഒരു ഫ്രീ ടൈമോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി കുട്ടികളെ എപ്പോഴും ഓർമ്മിപ്പിക്കുക. ഓക്കെ, യെസ്. നിങ്ങളുടെ ക്ലാസ് കൂടി കുറച്ചും കൂടി വൈബ്രന്റ് ആയി തീരും. അതായത് പാഠഭാഗങ്ങളിൽ കൂടെ മാത്രം പോകാതെ ക്ലാസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, കൂട്ടുകാരനോടുമായി ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രാധാന്യം എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ് പോകേണ്ടത്. അല്ലാതെ ഒരു പാഠഭാഗം മാത്രമായിട്ട് പോകരുത്, അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിച്ചത് മറ്റു കാര്യങ്ങളോട് അതിൽ ഇന്റർറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഗുഡ് മാനേഴ്സ് എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഏറ്റവും ചെറിയ ചാപ്റ്റർ ആയിരുന്നല്ലോ ഇതാ, ഒറ്റ പേജുള്ളൂ. നെക്സ്റ്റ് യൂണിറ്റ് 9 എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല മാം. ഇല്ല മാം. സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഞാനപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന ചാപ്റ്റർ നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കുക. ടെൻഡൻസീസ് ഓഫ് മാൻ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഫസ്റ്റ് പാരഗ്രാഫും ഇൻട്രൊഡക്ഷനും ഒക്കെ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ടെൻഡൻസിയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അതൊന്ന് പറയണം. എന്നിട്ട് വേണം അത് ബ്രീഫ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ആ ചാപ്റ്റർ ആണ്. അല്ല, അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾ അത് പറയാം, അത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. 9th ചാപ്റ്റർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ ടെൻഡൻസീസ് ഓഫ് മാൻ. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സിൽ കുറെ പേർക്ക് കിട്ടുമായിരിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് സ്പൂൺ ഫീഡ് പോലെ ആക്കിയത് ആ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് അത് തരുന്നുള്ളൂ. വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയണോ മിസ്? എന്തോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയണോ? നെക്സ്റ്റ് ട്യൂസ്ഡേ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട്. ആരുമില്ല. നമുക്ക് സൈൻ ഔട്ടും സൈൻ ഇനൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്. നമുക്കത് നിർത്താം. പ്രെയർ മാത്രം, തോട്ട് ഓഫ് ദി ഡേ മാത്രം. ഞാൻ പറയണോ? പറഞ്ഞോ. ഹായ് മാം. ഇന്ന് എടുത്ത ക്ലാസ് നമ്മൾ മാനേഴ്സിന്റെ ക്ലാസ് ആണ്. ബാത്റൂം മാനേഴ്സ്, ബാത്റൂം അങ്ങനെയൊക്കെ മാനേഴ്സുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന്. ഗുഡ് മാനേഴ്സ് ചാപ്റ്റർ ആയ ഗുഡ് മാനേഴ്സ് ആണ് ഉള്ളത്. നല്ല കൈകാര്യങ്ങൾ, മാനേഴ്സ് എങ്ങനെയാണ് കുട്ടികളിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നത്, നല്ല ശീലങ്ങൾ, നല്ല രീതിയിൽ നേരത്തെ കിടത്തുക, നേരത്തെ എണീപ്പിക്കുക, സമയത്തിന് സ്കൂളിൽ വിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാം പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ കുട്ടികളിൽ നിന്ന് മാനേഴ്സ് കീപ്പ് ചെയ്യുക. അതേപോലെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ കൂടുതലായിട്ട് മാനേഴ്സ് കീപ്പ് ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ അതുപോലെ ബാത്റൂം മാനേഴ്സ്, ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ, അവരിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ശീലങ്ങളായിരിക്കും നമ്മൾ കുട്ടികൾക്ക് നിന്ന് ചെയ്യാൻ പ്രാപ്തരാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാമിന് കൂടുതലായി മാം എടുത്തത്. പിന്നെ ജനറൽ മാനേഴ്സ്, നമ്മൾ ജനറൽ ആയിട്ട് കീപ്പ് ചെയ്യുന്ന മാനേഴ്സ്, കുട്ടികൾ സോഷ്യൽ ആനിമൽസ്, നമ്മൾ സാമൂഹിക ജീവികൾ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതിലുള്ള ജനറൽ ഇതുള്ള ഓരോ കാര്യങ്ങളാണ് മാം പറഞ്ഞു തന്നത്. അതുപോലെ അതേയുള്ള പല റൂൾസ് കീപ്പിംഗ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് മാം ആതിര മാം ഇന്ന് ക്ലാസ് എടുത്തിരുന്നത്. ഇവിടെ താങ്ക് യു മാം. താങ്ക് യു മാം. ടെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നോട്ടോ അടുത്ത ക്ലാസ്സിലെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു.